തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഗൂഢശ്രമത്തെക്കുറിച്ചാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഫണ്ട് തട്ടിയെടുക്കാൻ സർക്കാരിൻ്റെ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ 11-ാം തീയതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൗൺസിലിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. നവംബർ 18-ാം തീയതി സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജ്യോതിലാൽ IAS ഒരു കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. അത് കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് മാത്രമാണ് കൈമാറിയിട്ടുള്ളത്. 200 കോടി രൂപ സർക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ രഹസ്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ശ്രീ ജ്യോതിലാൽ ഒപ്പിട്ട കത്തിനെ കൂടെ നമുക്ക് വെളിവാക്കുന്നത്. പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുക, സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടുകൊണ്ട് വരുന്ന ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക, നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. നവംബർ 18-ാം തീയതി കൊടുത്ത കത്ത് പ്രകാരം ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ 200 കോടി രൂപ കൈമാറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന് വരാൻ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഭരണസമിതിയെ എല്ലാം കൊണ്ടും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ള ശ്രമത്തിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് ഇതിനെ കാണാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത്. ഇതിന് ശക്തമായി തന്നെ BJP നേരിടും. പുതിയ ഭരണസമിതിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഒരു കാരണവശാലും ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള സമരപരിപാടിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് പല രീതിയിലും അധികാരം മാറി BJPക്ക് അനുകൂലമായ ജനവിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരും CPM-ഉം അത് പ്രത്യേകിച്ചും CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കൂടിക്കൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താം, നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ BJPക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അവർ വളരെ കാര്യപദ്ധതികൾ, നിഗൂഢമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. ഇതിനെ ശക്തമായി തന്നെ ഞങ്ങൾ തടയിടാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. അത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിരവധി പ്രാവശ്യം ഇവരുടെ ചരിത്രമാണ് ഫണ്ട് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിലേക്ക്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ആ ഫണ്ട് കൈമാറിയതൊന്നും കൃത്യമായി തിരിച്ചു വന്നിട്ടുമില്ല. അതിന് ഒരു ഉദാഹരണം കേന്ദ്ര സർക്കാരിൻ്റെ പൊതു ടാപ്പുകളുടെ വാടക നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മുഖേന കേരളത്തിൽ ലഭിച്ച 729 കോടി രൂപ 2025 മാർച്ചിൽ കേരളം സംസ്ഥാന സർക്കാർ കേന്ദ്ര വാട്ടർ അതോറിറ്റിക്ക് നൽകിയ തുക ഉടനടി പിൻവലിച്ച് ട്രഷറിയിൽ എത്തിച്ചെങ്കിലും നാളിതുവരെ തുക തിരിച്ചു നൽകിയിട്ടില്ല. ഇതൊരു ചരിത്രം ആണ്, ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇത്തരം കൈമാറ്റങ്ങൾ വന്ന് തിരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതും ഞങ്ങൾ അറിയിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. അത് CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ CPM-ന് തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള സംശയം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കാരണം 5 വർഷക്കാലം CPM നടത്തിയിട്ടുള്ള കഴിഞ്ഞ ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതികളും ഭരണപരാജയങ്ങളും തിരിച്ചവർക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള ശക്തമായി തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ്. പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം ഭരണസമിതി മാറുമെന്ന് ഉറപ്പായതിനു ശേഷം ഇന്ന് വളരെ വേഗതയിൽ ഈ ഫണ്ട് കൈമാറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അങ്ങനെ BJP ഇതിൽ അത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഈ ഫണ്ടൊക്കെ അതുപോലെ തന്നെ തിരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്നില്ല എന്നുള്ള തെളിവാണ് ഞാൻ 729 കോടി രൂപയുടെ കാര്യം പറഞ്ഞത്. അത് ട്രഷറിയിൽ എത്തിയില്ലെങ്കിലും ഇതുവരെയും തിരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിയിട്ടില്ല. ഇത് ചരിത്രമാണ് പറഞ്ഞത്. ഇത് അതെ, തീർച്ചയായും അതായത് ഒരു സംസ്ഥാന സർക്കാർ
ശമ്പളം കൊടുക്കാൻ പോലും സാധിക്കാതെ കടമെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. 200 കോടി രൂപ ജനങ്ങളുടെ നികുതി പണമാണ്. ആ ജനങ്ങളുടെ നികുതി പണമാണ് തനത് ഫണ്ട് എന്ന് പറയുന്നത്. ആ തനത് ഫണ്ട് സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക് അടച്ചാൽ ഈ ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ ഫണ്ട് ഏത് കാലയളവിൽ തിരിച്ചു കിട്ടും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു കാരണവശാലും കടമെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഫണ്ട് നഗരസഭ തിരിച്ചു ചോദിച്ചാൽ ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് നോട്ടീസ് തരിക അല്ലാതെ ഈ ഫണ്ട് തിരിച്ച് ലഭിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തമമായിട്ടുള്ള സൂചന. അല്ല, വകമാറ്റാൻ സാധിക്കില്ലെങ്കിൽ ഇത് തിരികെ കിട്ടണ്ടേ? നഗരസഭയുടെ തനത് ഫണ്ട് തിരികെ ലഭിക്കണം എന്നുള്ളതാണല്ലോ പൊതുവായിട്ടുള്ള ഒരു തത്വം. നഗരസഭയുടെ തനത് ഫണ്ടിനെ ഇപ്പോൾ സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് ദുരുദ്ദേശം തന്നെയാണ്. നഗരസഭയുടെ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ള അല്ല, ഏത് ഫണ്ടായാലും നഗരസഭ സുരക്ഷിതമായിട്ടുള്ള ബാങ്ക് നിക്ഷേപത്തിൽ കൂടി സൂക്ഷിക്കുന്ന ഒരു ഫണ്ട് ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമില്ല. ഇനി അങ്ങനെ മാറ്റണമെങ്കിൽ പോലും ഒരു ഭരണകൂടം ചുമതലയേറ്റ ശേഷം കൗൺസിൽ തീരുമാനമെടുത്ത ശേഷം ആ കാര്യം ഗവൺമെൻറ് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. അല്ല, ഭരണസമിതി ഏതായാലും ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ് ഇത് തന്നെയാണ്. നഗരസഭയുടെ ജനങ്ങളടയ്ക്കുന്ന നികുതി പണം സർക്കാരിനെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ളതല്ല. അത് നഗരസഭയുടെ തനത് ഫണ്ടാണ്. അത് തനത് ഫണ്ടിന് വേണ്ടി വിനിയോഗിക്കേണ്ടത് തന്നെയാണ്. അത് നാളെ നമ്മളെ BJPയുടെ സംസ്ഥാന സർക്കാർ BJP ഭരിച്ചാലും കേരളം ഭരിച്ചാലും ഇതേ സ്ഥിതിയാണ് നമ്മുടെ നിലപാട്. അത്തരം കാര്യങ്ങളിലേക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉടരുന്ന ഈ സംസ്ഥാന സർക്കാരിനെ ഇവരൊക്കെ ഇത് എത്രത്തോളം രീതിയിലാണ് ഈ സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിന് നല്ലതുപോലെ അറിയാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ തന്നെ വകമാറ്റിക്കൊണ്ടും ഈ സർക്കാർ അധികാരത്തിൽ പോയ ശേഷമാണ് ഇതെല്ലാം വെളിയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് BJP അധികാരത്തിൽ വരും എന്ന് അതിൻ്റെ ഉദ്ദേശമല്ലേ പറഞ്ഞത്. പക്ഷേ ഇത് ഇന്ന് വളരെ വളരെ ഗൗരവത്തോടു കൂടി ഇന്ന് തന്നെ അവർ 200 കോടി രൂപ മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പൊതുസമൂഹത്തെ അറിയിക്കാൻ നിങ്ങളെ വിളിച്ചത്.